നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ജയ് ജയ് ഹേ, ഗുരുവായൂരമ്പൽ നടയിൽ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകനായ വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വാഴ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. അമിത് മോഹൻ, ജോമൻ ജ്യോതിർ, സിജു സണ്ണി, ജഗദീഷ്, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, നോബി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാതെ വീട്ടുകാർക്കൊരു ഉപകാരം ഇല്ലാതെ ഇരിക്കുന്നവരെ ആക്ഷേപിക്കുന്ന ഒരു പേരാണ് വാഴ. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആക്ഷേപകരമായിട്ടാണ് വാഴ എന്ന വാക്കിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ സിനിമ കാണാനായി തിയേറ്ററിലേക്ക് പോയിട്ട് ചേട്ടാ ഒരു വാഴ എന്ന് പറയുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിലുള്ള ആൾ പോലും ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത്രത്തോളം പരിഹാസകരമായിട്ടാണ് വാഴ എന്ന വാക്കിനെ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ചിത്രം കഥ പറയുന്നത് അത്തരത്തിൽ വാഴയെന്ന് ആക്ഷേപിച്ച കുറച്ച് ചെറുപ്പക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ ചിത്രം കഥ പറയുന്നത്. വിവേകാനന്ദൻ, അബ്ജോ, അബ്ദുൽ കലാം, വിഷ്ണു, മൂസ തുടങ്ങിയ 5 കൂട്ടുകാരുടെ സൗഹൃദത്തിന്റെയും പല പല കാലഘട്ടങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേയധികം തുടർ സംഭവങ്ങളിലൂടെയാണ് ചിത്രം പ്രധാനമായും കഥ പറയുന്നത്. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ സാഹചര്യങ്ങൾ നമുക്ക് വളരെയധികം റിലേറ്റബിൾ ആണെന്നുള്ളതാണ്. ഈ ചിത്രത്തിലെ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും ഇത്തരത്തിലൂടെയുള്ള സംഭവങ്ങളിലൂടെ നമ്മളും കടന്നുപോയിട്ടുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളും നേരിട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലാണ് പല സീനുകളിലും നമുക്ക് തോന്നുന്നത്. അത്രത്തോളം ഇമോഷണലി റിലേറ്റബിൾ ആണ് ഈ ചിത്രം. ഈ ചിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിലെ പ്രകടനങ്ങളാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ സിജു സണ്ണിയുടെയും ജോമൻ ജ്യോതിറിന്റെയും അമിത് മോഹന്റെയൊക്കെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഇവരുടെ ഓരോ കാലഘട്ടങ്ങൾ കാണിക്കുമ്പോൾ കോളേജ് കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്, അതിനോടൊപ്പം സ്കൂൾ കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലൊക്കെ ഇവരുടെ പ്രകടനങ്ങൾ വളരെ ലൈവായിരുന്നു. പലപ്പോഴും പല സീനിനെയും എലവേറ്റ് ചെയ്യുന്നത് ഇവരുടെ വളരെ കൃത്രിമത്വമില്ലാത്ത വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയാണ്. പല സീനുകളും നമുക്ക് വളരെയധികം പുതുമ തോന്നുന്നതും അവരുടെ പ്രകടനത്തിലെ ഒരു ഊർജം കൊണ്ട് തന്നെയാണ്. തങ്ങളുടെ ആഗ്രഹത്തിന് മക്കളെ വളർത്തുന്ന രക്ഷിതാക്കൾ, അതിനോട് നീതി പുലർത്താൻ സാധിക്കാത്ത മക്കൾ, വീട്ടുകാരേക്കാൾ ആദിയോടുകൂടി അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന നാട്ടുകാർ തുടങ്ങി ബാക്ക് ബെഞ്ചേഴ്സിന്റെ അർമാദം, വീട്ടുകാരേക്കാൾ ആദിയോടുകൂടി അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന നാട്ടുകാർ തുടങ്ങി നമ്മൾ മലയാള സിനിമയിൽ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു കഥാപരിസരം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെതും. പക്ഷെ വാഴ എന്ന ചിത്രത്തെ ഏറ്റവും കൂടുതൽ വേറിട്ട് നിർത്തുന്നത് നമ്മളെ വളരെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത്രത്തോളം റിലേറ്റബിൾ ആയി ചിത്രം വളരെ കൺവിൻസിങ്ങോടുകൂടി ഇതിലെ ഇമോഷൻസ് നമുക്ക് കണക്റ്റ് ആവുന്നു എന്നിടത്താണ് വാഴ എന്ന ചിത്രം വേറിട്ട് നിൽക്കുന്നതും. സാധാരണ എന്റർടൈൻമെന്റ് സിനിമകളുടെ എല്ലാ കമേഴ്ഷ്യൽ എലമെന്റും ഈ ചിത്രത്തിൽ ഉണ്ടെങ്കിലും സ്വതസിദ്ധമായി നമ്മൾ കണ്ടു ശീലിച്ച സിനിമയുടെ ഒരു സ്ട്രക്ചറിലല്ല ഈ ചിത്രം കഥ പറയുന്നത്. ഒപ്പം പ്രണയത്തിന്റെ ട്രാക്കൊക്കെ വരുന്നുണ്ടെങ്കിലും അതെല്ലാം വളരെ മനോഹരമായി തന്നെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പൊതുവെ ഈ ചിത്രത്തിന്റെ വേറൊരു പോസിറ്റീവായി തോന്നിയത് ഇത്തരത്തിലൊരു ചെറുപ്പക്കാരുടെ അതിജീവനത്തിന്റെ കഥ പറയുമ്പം ക്ലൈമാക്സിലേക്കൊക്കെ ഒരു റെസൊല്യൂഷൻ കൊടുക്കും. അത്തരത്തിലൊരു റെസൊല്യൂഷൻ ഒന്നും കൊടുക്കാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ചിത്രത്തെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത്. ഇതിൽ ഈ 5 കൂട്ടുകാരുടെ അച്ഛന്മാരായി എത്തുന്നത് ജഗദീഷ്, നോബി, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട് എന്നിവരാണ്. ഇതിൽ അവരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതുണ്ട്. ഈ 5 അച്ഛന്മാരും പലപ്പോഴും കണ്ടുമുട്ടുന്നത് ഈ കൂട്ടുകാർ ഓരോ പ്രശ്നങ്ങൾ ഒപ്പിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനുകളിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ വെച്ചാണ്. ഇവർ 5 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ലെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളരെ മികച്ച രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കാരണം 5 അച്ഛന്മാരുടെയും കാഴ്ചപ്പാട് ഒരേ തരത്തിലാണ്. മക്കളെ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പരസ്പരം സംസാരിച്ചില്ലെങ്കിൽ പോലും ഈ 5 അച്ഛന്മാരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളരെ എഫക്റ്റീവായി തന്നെ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. ഈ ചിത്രം അവസാനിക്കുന്നത് ഓരോ മക്കളുടെയും വിജയം എന്ന് പറയുന്നത് അവരെന്താണെന്നുള്ളത് മാതാപിതാക്കൾ റിയലൈസ് ചെയ്യുന്നിടത്താണെന്നുള്ളതാണ്. അതിനായി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളൊക്കെ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ടെക്നിക്കാണെങ്കിലും ഓവറോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു വിരസതയും ഇല്ലാതെ കണ്ടിരിക്കാൻ സാധിക്കുന്നു എന്നതാണ് വാഴ എന്ന ചിത്രത്തിന്റെ മറ്റൊരു മികവ്. ഇപ്പൊ ബോളിവുഡിലൊക്കെ വലിയ താരങ്ങളുടെ ചിത്രം പോലും തിയേറ്ററിൽ തകർന്നടിയുകയാണ്. അതിൽ നിന്ന് വാഴ എന്ന ചിത്രത്തെ വേറിട്ട് നിർത്തുന്നത് നമ്മൾ കണ്ടു ശീലിച്ച, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിസരത്തെ വളരെ സത്യസന്ധമായി അവതരിപ്പിച്ചാൽ തിയേറ്ററിലേക്ക് ജനങ്ങൾ എത്തും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് വാഴ എന്ന ചിത്രം. ആവേശം എന്ന ഫസ്റ്റ് ഫാസിൽ ചിത്രത്തിന് ശേഷം തിയേറ്ററിൽ വളരെ എൻജോയ് ചെയ്ത് കണ്ടൊരു എന്റർടൈനർ കൂടിയാണ് വാഴ. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒട്ടും വിരസതയില്ലാതെ ഒട്ടും ബോറടിക്കാതെ കണ്ടു തീർക്കാവുന്ന ഒരു ചിത്രം കൂടിയാണ് വാഴ എന്ന് പറയാം. നമ്മൾ വളരെ യൂസ്ലെസ് ആയി പ്രയോഗിക്കുന്ന വാഴയ്ക്ക് വാഴനാരടക്കം വളരെയധികം പ്രയോജനങ്ങളുണ്ടെന്നും അങ്ങനെ നിസാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല വാഴയെന്നും
ഒരു പുനർവിചിന്തനത്തിന് കൂടി ഈ ചിത്രം വിധേയമാക്കുന്നുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാനുള്ള മികവുണ്ട് വാഴ എന്ന ചിത്രത്തിന്.